ഇന്നത്തെ കാലത്ത് കുടുംബ പ്രശ്നങ്ങള് എന്നും ഒരു ആത്മഹത്യയിലേക്കാണ് അവസാനം കൊണ്ട് എത്തിക്കുന്നത്. പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏറ്റുമാനൂര് ഒരു അമ്മയും 2 മക്കളും ട്രെയിന് മുമ്പിൽ ചാടി ജീവനൊടുക്കി. ഫാമിലിയിലെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത്രയും നമുക്കൊരു ജീവിതം മടുത്ത് ജീവൻ അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു പ്രശ്നം അത്രത്തോളം ഗൗരവമായിരിക്കണം. അപ്പം ഇത്തരത്തിൽ ആത്മഹത്യ ഇതിനൊക്കെ ഒരു പരിഹാരമാണോ? ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് പേഴ്സണലി ഒരു ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള്, മൊത്തത്തിൽ എന്നും വീട്ടിലൊരു അലമ്പ്, അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ചിലവർക്ക് ജീവൻ അവസാനിപ്പിച്ചേക്കാൻ തോന്നും, ചിലവർ അതിൽ നിന്ന് പൊരുതും. അപ്പോൾ ശ്രുതിക്ക് എന്താ തോന്നുന്നത്? ഈ ഇത്തരത്തിൽ ജീവിതം മടുത്തു, ഇനി എനിക്കൊരു ജീവിതം ഇല്ല, മറ്റുള്ളവർക്ക് ഞാനൊരു ബാധ്യതയാവുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും മകളെ കല്യാണം കഴിച്ചൊരു വീട്ടിലോട്ട് വിടുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയായിരിക്കും വിടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവരതറിയുമ്പോൾ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ മരണത്തിലേക്ക് പോയേക്കാം എന്ന് തന്നെ ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ ഇവിടെ സംഭവിച്ചതും ഏതാണ്ട് ആ ഒരു സ്ഥിതി തന്നെയാണ്. ഫാമിലി പ്രശ്നം എന്നൊക്കെ എനിക്ക് പറയാം. സ്വന്തം മക്കളെയും കൂടെ 3 മക്കളുണ്ടായിരുന്നതിൽ 2 പെൺകുട്ടികളുള്ളതും ഈ അമ്മയും കൂടെയാണ് ആത്മഹത്യ ചെയ്തത്, ഷൈനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രവണത കൂടിക്കൂടി വരുന്നുണ്ട് പലയിടത്തായിട്ട്. അപ്പൊ എന്താണ് ശ്രുതിക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാനുള്ളത്? ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇപ്പോൾ നമ്മൾ നിരവധിയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒന്നിനും ഒരു പരിഹാരമല്ല, മരണം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അതും 2 കുട്ടികളെ കൊണ്ട് നിഷ്കളങ്കമായ അവിടെ നിന്നുള്ള പ്രദേശവാസികളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ പറയുന്നത് ഭയങ്കര നിഷ്കളങ്കമാണ്. അവർ ആ 2 കുഞ്ഞുങ്ങളെയും കൈപിടിച്ചു കൊണ്ട് നടക്കുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു കാഴ്ചയാണ്. കാരണം പള്ളിയിലോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അവര് നിഷ്കളങ്കമായ ഒരു ചിരിയോടുകൂടി ആ അമ്മയുടെ 2 കൈകളിലും പിടിച്ച് നടന്നു പോകുന്ന ആ ഒരു ദൃശ്യമാണ് അവർക്ക് ഇപ്പോഴും അവരുടെ മനസ്സിലകത്ത് ഉള്ളത് എന്ന് പറഞ്ഞാൽ. അവർ മരിച്ചു എന്ന് പറയുന്നതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ നോക്കിക്കാണുന്ന ആ ഒരു ദുരന്തത്തെ. ഒരിക്കലും നമ്മൾ മരണം ഒന്നിനൊരു പരിഹാരമല്ല. കുറച്ചും കൂടെ നമ്മളാ സ്ത്രീകളാണെങ്കിലും തന്നെ കുറച്ചും കൂടെ ബോൾഡ് ആയിരിക്കണം. എന്ത് ഒരു പ്രതിസന്ധി വരികയാണെങ്കിലും നമ്മളത് ആത്മവിശ്വാസത്തോടു കൂടി, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാരുമില്ല ഈ ലോകത്ത്. എല്ലാവർക്കും അവരുടേതായ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇവരുടെ കേസിലാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങള്, അവർ തമ്മിൽ ഇപ്പോ വേർപിരിഞ്ഞ് എല്ലാവരും കോടതിയിൽ അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് പോകുന്നത്. അപ്പൊ സ്വന്തം വീട്ടിലാണ് ഈ ഒരു സ്ത്രീ വന്നുവാണെങ്കിൽ, ഷൈനി എന്ന് പറഞ്ഞുള്ളൊരു സ്ത്രീ, അവര് താമസിക്കുന്ന അവരുടെ സ്വന്തം വീട്ടിലാണ് മക്കളെ കൂട്ടിയിട്ട്. അപ്പൊ ഒരു ജോലിയില്ല, വിദേശത്തോട്ട് ജോലിക്ക് വേണ്ടി പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ജോലിയായിട്ടുള്ള കാര്യത്തിൽ തന്നെ എവിടെയും ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറെ മാനസികപരമായിട്ടുള്ള പ്രശ്നമാണ്. ജോലിയില്ല. കാരണം നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ തന്നെ ഒരു ജോലി ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് പഠിക്കുന്നുണ്ട്, ഒരുപാട് ഗ്രാജുവേഷൻസും എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ പഠിക്കുന്ന റിലേറ്റഡ് തന്നെ ജോലി ചെയ്യുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേറെന്തെങ്കിലും ആയിരിക്കും ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇത് BSc നഴ്സിംഗ് നിൽക്കുന്ന ഒരു, പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ലായിരുന്നു ജോലി എന്നുള്ളത്. അദ്ദേഹം പുറത്തുമായിരുന്നു. അങ്ങനത്തെ ഒരു രീതിക്കാണ് പറയുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു. 2 മാസം കൂടെ കഴിയുമ്പോൾ 1 മാസം ലീവിന് എന്നുള്ള രീതിക്ക് എന്തോ വരും. പക്ഷെ വന്നു കഴിഞ്ഞാല് ബഹളമാണ്, ക്രൂരമർദ്ദനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ അയൽവാസികളുടെ റിപ്പോർട്ടുകളാണ്. അയൽവാസികൾ പറയുന്നതാണ് ഇവരുടെ ഒരു ഫാമിലിയുടെ പശ്ചാത്തലം ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്നും പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അവരുടെ വീട്ടിലും. അപ്പോൾ ഈ സ്ത്രീക്ക് ജോലിയും കൂടെ ഇല്ലാതെ വരുന്നു. മക്കള് 3 പേരുണ്ട്. ആ 3 മക്കളെയും പോറ്റണം. അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു വിടാൻ നേരത്തുള്ള ആ ഒരു, നമുക്കറിയാലോ. അപ്പൊ ഇനി എങ്ങനെ ആ വീട്ടിലോട്ട് ചെല്ലും? ഇപ്പൊ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ഇതിന് പോയത്, മരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ പള്ളിയിലേക്കെന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത്. കാണാതെ വന്നതിനെ തുടർന്ന് ഉള്ള തിരച്ചിലിനാണ് ഇവരാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഈ ഒരു എന്താ പറയാ, ട്രെയിൻ ആണെങ്കിലും ഈ ഒരു സമയത്തുള്ള ട്രെയിൻ ആണെങ്കിലും ഇവര് നേരെ ഇതിന്റെ ട്രാക്കിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഒരുപാട് തവണ ഹോൺ അടിച്ചിട്ട് ഇവര് മാറിയില്ല. അതാണ് ഈ അപകടത്തിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാറാതെ നിൽക്കണമെങ്കിൽ അവരുടെ മനസ്സിനോളം മടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ജീവൻ പോയാലും നമ്മുടെ കുട്ടികൾ സുരക്ഷിതയായിരിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ ആ കുട്ടികളെ കൂടിയാണ് ഈ ഒരു മരണത്തിലോട്ട് കൊണ്ടുപോയത് അവര്. കാര്യം അപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് ഒരുപക്ഷെ അത്രത്തോളം ആ മക്കളെ പോലും കെയർ, ചിലവരിപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവ് മക്കളോട് അത് കാണിക്കാറില്ല. രണ്ടുപേരുടെ അടുത്ത് മാറി മാറി നിൽക്കുന്ന രീതിക്കും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. മറ്റൊരു ഉപദ്രവമില്ലാത്ത രീതിക്ക് മാറി താമസിക്കുന്ന രണ്ട് വ്യക്തികൾ, അങ്ങനത്തെ ഒരു രീതിക്കും ബന്ധം വേർപിരിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രൂരതകൾ അധികമായതുകൊണ്ടാവും ഒരുപക്ഷെ മക്കളെയും ഇനി തനിച്ചാക്കിയിട്ട് ആ സ്ത്രീ മാത്രം മരിച്ചു കഴിഞ്ഞാലും ഇനിയിപ്പോ ഇവർക്കും എന്ത് ഗതിയാണ് വരാനിരിക്കുന്നത് എന്നുള്ള എന്തെങ്കിലും ഒരു ഉത്ബോധം ഉള്ളത് കൊണ്ടായിരിക്കാം അവര് മക്കളെയും കൂടെ ഈ മരണത്തിലേക്ക് കൊണ്ടുപോയെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മിക്ക മരണങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലെ. വേറെ വല്ലതായിരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും സോൾവ് ചെയ്യാം. പക്ഷെ ഈ മാനസികപരമായിട്ട് എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ കുറച്ചും കൂടി ധൈര്യം വേണ്ടി വരും നമുക്ക് കൂടുതലായിട്ട്. പിന്നെ ഇങ്ങനെ അതിന്റെ ഇടയ്ക്കും ഇങ്ങനെ കുറെ സാഹചര്യങ്ങൾ, ജോലിയില്ല, ഭർത്താവുമായിട്ട് അത്ര സുഖത്തിലല്ല, ഇപ്പൊ രണ്ട് മക്കൾ കൂടെ ഉണ്ട്, ഇപ്പൊ വേറൊരു മകനും കൂടെ ഉണ്ട്. ഇവരുടെ ജീവിതം, മുമ്പോട്ടുള്ള ജീവിതം, ഇവരുടെ വിദ്യാഭ്യാസം, എത്ര കാലം നമ്മൾ നമ്മുടെ വീട്ടുകാരെ ആശ്രയിക്കും. കാരണം നമ്മളൊരു പ്രായം മുതൽ കല്യാണം കഴിച്ചതിന് ശേഷവും നമുക്ക് ഒരു കുടുംബമായി, കുട്ടികളായി, എന്നിട്ടും നമ്മൾ നമ്മുടെ വീട്ടുകാരെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോ ഒരു ആൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ എല്ലാവരും സ്വന്തം കാലിൽ മറ്റു ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടെ ഒരു ബാധ്യതയാകുമോ വീട്ടുകാർക്ക് എന്നുള്ള ചിന്തകൾ, പല ചിന്തകളും ഉണ്ടാവാം. മരണത്തിലോട്ട് പോകാൻ പല ചിന്തകളും. ഒരു നിമിഷം മതി നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയാൻ. പക്ഷെ അവിടെയും ചിലപ്പോ ഒരു നല്ല സുഹൃത്തോ നല്ലൊരു ബന്ധുവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാവരും തുറന്നു പറയില്ല, എല്ലാവരുടെയും സാഹചര്യങ്ങൾ പലതാണ്. അപ്പൊ നമുക്ക് ചുറ്റും നമുക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരാൾ ഇവരുടെ ലൈഫിൽ ഇല്ലാതെ പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കാതെ അവരെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോ ജോലിക്കാണെങ്കിൽ തന്നെ നമുക്കൊരു ജോലി ഇല്ല, നമ്മുടെ സുഹൃത്തുക്കൾ വഴി പലവര് വഴിയൊക്കെ ആയിരിക്കും ജോലിയിലൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഇവർക്കിടയിൽ ഇല്ലായിരുന്നു എന്ന് എനിക്കൊരു സംശയം. കാര്യം അതൊക്കെ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ വരും. കാര്യം അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ മക്കളെയും കൂട്ടി മരണത്തിലേക്ക് തന്നെ അങ്ങ് നീങ്ങിയപ്പോ പിന്നിൽ ആരും ഇല്ലായിരുന്നോ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഇത്രയും പ്രശ്നങ്ങൾ എന്തായാലും നടക്കുന്നുള്ളത് അയൽവക്കംകാർക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്. അപ്പോ ഒരു ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, മരിക്കരുത്, നമുക്ക് ഇനിയും ജീവിതമുണ്ട്, അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്യണം. ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അവർ നമ്മുടെ മൈൻഡൊന്നും എല്ലാവർക്കും പോസിബിൾ ആകുമെന്ന് എനിക്കറിയില്ല, എന്നാലും കുറെ ആൾക്കാർക്ക് അത് ഗുണം ചെയ്യാറുണ്ട്. മരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാറുണ്ട്. അപ്പം അത് അങ്ങനെ ഒന്നും ഇവര് ചിന്തിക്കാതെ മരണത്തിലേക്ക് നേരിട്ട് പോവുകയായിരുന്നു. ഇവർക്ക് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു നിസ്സഹായമായ ഒരു അവസ്ഥ കൂടി ഇതിനകത്തുണ്ട്. ഇപ്പൊ ഈ കേസിലാണെങ്കിൽ തന്നെ ഈ രണ്ട് കുട്ടികളാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും അതുപോലെ പള്ളിയിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ സജീവമായിട്ട് പങ്കെടുത്തുന്ന ഒരു പ്രകൃതിയുള്ള കുട്ടികൾ, കാരണം ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതക്കാരൊന്നും അല്ല. അപ്പോ ഇത്രയും ആക്റ്റീവായിട്ടൊക്കെ ഇങ്ങനെ നിന്നിരുന്ന കുട്ടികള് ഒരു ദിവസം ഇങ്ങനെ ഇവരൊരു തീരുമാനം എടുക്കണമെങ്കിൽ തക്കതായ ഒരു കാരണം എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് തക്കതായൊരു കാരണം എന്തായാലും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു നടപടിയോ എന്തെങ്കിലും ഒന്ന് കർശനമായിട്ട് എടുക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് കേസുകളാണ് നമ്മളിപ്പോ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ എന്താ പറയാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെയുള്ള കുറെ പീഡനങ്ങളും അതുവഴി മരിക്കാന്, ഇപ്പൊ ഇതിനു മുമ്പൊക്കെ നടന്ന കുറെ കേസുകൾ നിറത്തിന്റെ പേരിൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ അനുസരിച്ചൊരു നിയമ നടപടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ട നമ്മൾ തന്നെ കുറെയൊക്കെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. ജീവിതം ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു പാഠം ഇപ്പൊ എഡ്യൂക്കേഷൻ ഒരു ഇതാന്ന് തോന്നുന്നില്ല. കാര്യം അല്ലാതെ തന്നെ നമുക്കൊരു വിദ്യാഭ്യാസം ഉള്ളവർക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അവനവൻ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കുറെയൊക്കെ. പിന്നെ പുറത്തുനിന്നുള്ള
സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെന്നല്ല ഞാൻ പറയുന്നത്, പുരുഷന്മാരും ഉണ്ട് അത്തരത്തില്. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ്, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള രീതിക്ക് ഒരു ചിന്ത എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അതൊരു നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.